2024 നവംബർ 30-നാണ് ഞെട്ടിക്കുന്ന മോഷണ വാർത്ത വർക്കലയിൽ നിന്ന് വന്നത്. വയോധികയെ വീട്ടിനുള്ളിൽ കെട്ടിയിട്ട് സ്വർണവും പണവും ഈ കാണുന്ന ഫ്ളാറ്റിൽ നിന്ന് കവർന്നെന്ന്. തമിഴ്നാട് ഈറോഡ് സ്വദേശി ശ്രീനിവാസനും കുടുംബവും കുറച്ചുനാളുകളായി വർക്കലയിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇതിനിടെ നവംബർ 30-നാണ് ശ്രീനിവാസന്റെ അമ്മയെ വീട്ടിൽ കെട്ടിയിട്ട് പണവും സ്വർണവും കവർന്നു എന്ന പരാതി വർക്കല പോലീസിന് ലഭിക്കുന്നത്. അമ്മ സുമതിയെ കെട്ടിയിട്ട ശേഷം മുഖംമൂടി സംഘം പണം കവർന്നു എന്നാണ് ശ്രീനിവാസൻ പോലീസിന് അന്ന് മൊഴി നൽകിയത്. എന്നാൽ ഈ വിവരം നാട്ടുകാർ പോലും അറിഞ്ഞിരുന്നില്ല. നമ്മളെ അവരെ കണ്ടിട്ടില്ല. അവിടെ ഇങ്ങനെ ആള് ഫ്ലാറ്റിൽ താമസിക്കുന്നതെന്ന് നമ്മൾ വന്ന് ഒരു സംഭവം നടന്നപ്പോഴാണ് അറിയുന്നത്. മോഷണമെന്നാണ് പറഞ്ഞത്. ആ ആരെങ്കിലും ഇത് ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത്. മുത്തമ്മ അടിച്ചെന്നാ പിടിച്ചെന്നൊക്കെ പറയുന്നത്. അത്ര മാത്രമേ നമുക്ക് അറിയാവൂ. സ്ഥലത്തെത്തിയ പോലീസ് ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടെ എത്തിച്ച തെളിവെടുപ്പ് നടത്തി. പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. തുടർന്ന് ശ്രീനിവാസനെയും അമ്മയും വീണ്ടും ചോദ്യം ചെയ്തു. ഒടുവിൽ പോലീസ് ആ സത്യം കണ്ടെത്തി. വീട്ടിലെ സ്വർണവും പണവും മോഷണം പോയതല്ല. വീട്ടിലെ ഗൃഹനാഥനും അമ്മയും ചേർത്ത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയാണിത്. ശ്രീനിവാസന്റെ ഭാര്യ ഗായത്രിയുടെ സ്വർണമാണ് അന്ന് കാണാതായത്. ഗായത്രിയുടെ ബന്ധുവിന്റെ വിവാഹത്തിന് നൽകാനായി സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് നഷ്ടപ്പെട്ടതായി പരാതിപ്പെട്ടത്. വിവാഹത്തിന് സ്വർണവും പണവും നൽകുന്നത് ശ്രീനിവാസനും അമ്മ സുമതിക്കും ഇഷ്ടമല്ലായിരുന്നു. ഇതാണ് മോഷണ നാടകം ആസൂത്രണം ചെയ്യാൻ കാരണമായി പറയപ്പെടുന്നത്. വിശദമായ അന്വേഷണം നടത്തിയത് മരുമകളുടെ ബന്ധുവിന്റെ കല്യാണം കൊടുക്കാൻ എത്തിക്കുന്ന പൈസയും തുകയുമാണ്, സ്വർണവുമാണ് നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വർക്കലയിൽ കുറുവാ സംഘം ഇറങ്ങിയെന്ന രീതിയിലുള്ള വാർത്തകൾ പോലും അന്ന് പ്രചരിച്ചിരുന്നു. പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ട ഒടുവിൽ ശ്രീനിവാസനും അമ്മയും തന്നെ ഈ കേസിൽ കുടുങ്ങി. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.